കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. പാർവതി, എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? നേഴ്സ് വന്ന് അവളോട് ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ. പേടിക്കണ്ട, അയാൾക്കിപ്പോൾ ഡെലിവറി ആവാറായി, അതുകൊണ്ടാ. ഞങ്ങളിപ്പോൾ മാറ്റും കേട്ടോ. എന്നാൽ അവളുടെ കരച്ചിൽ ഉയർന്നു വരുംതോറും പാറുവിന് കൺട്രാക്ഷൻ കൂടിക്കൂടി വന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ലാബിലെ 1-2 കുട്ടികൾ വന്നു. അത് കളക്ട് ചെയ്തുകൊണ്ട് പോയി. ശേഷം അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ വന്ന് അവളെ പരിശോധിച്ചു. വൈകുന്നേരം 5 മണിയോടെ പാറുവിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. കാശിയെ നോക്കി പാറു ഒന്ന് പുഞ്ചിരിച്ചു. പേടിക്കണ്ട കേട്ടോ, നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ, വേദനയൊന്നും എടുക്കില്ല. അവളുടെ വലം കൈയിൽ അവൻ തൻ്റെ കൈ ചേർത്ത് വെച്ചു. എന്നിട്ട് കുനിഞ്ഞു വന്ന് അവളുടെ കവളിൽ ഒരു മുത്തം നൽകി. വാതിലടഞ്ഞ് അവരകത്തേക്ക് പോയതും അവൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി. മോനെ, കൊച്ചിന് ഒരു കുഴപ്പവും വരില്ലെന്നേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അരികിലിരുന്നു കൊണ്ട് മായച്ചേച്ചിയാണ് അവന് ധൈര്യം കൊടുത്തത്. പാറുവിന് വയ്യെന്നും ഉടനെ തന്നെ സ്റ്റിച്ച് ഇടേണ്ടി വരുമെന്നുമൊക്കെ അവൻ സുഗന്ധിയെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പോഴാണ് അവർ രണ്ടുപേരും മൂത്ത മകൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള ഷോപ്പിങ്ങിന് വെളിയിലേക്ക് വന്നതാണെന്നറിഞ്ഞത്. കുറച്ച് ബിസിയാണെന്നും നാളെ എത്തിക്കോളാമെന്നും പറഞ്ഞ് സുഗന്ധി ഫോൺ കട്ട് ചെയ്തു. കാശി പിന്നീട് അവരെ വിളിക്കുവാനോ ഹോസ്പിറ്റലിലേക്ക് വരുവാനോ ഒന്നും പറഞ്ഞതുമില്ല. എന്നാൽ സ്വന്തം അച്ഛനെയും അമ്മയേക്കാൾ സ്നേഹത്തോടെ ജോലിക്ക് വേണ്ടി വന്ന ചേച്ചി അവനോട് സംസാരിച്ചത്. അർജുനും കല്ലുവും ജാനകി ചേച്ചിയുമൊക്കെ അപ്പോഴേക്കും എത്തി. അവരെയൊക്കെ കണ്ടപ്പോൾ കാശിക്ക് സമാധാനമായി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു. പാർവതിയുടെ പ്രൊസീജിയർ കഴിഞ്ഞെന്നും ആള് നോർമലാണെന്നും അറിയിച്ചു. സിസ്റ്റർ, എനിക്ക് അവളെ ഒന്ന് കാണാൻ സാധിക്കുമോ? കാശി പെട്ടെന്ന് ചോദിച്ചു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേ, കാണിക്കാം. അവർ മറുപടി കൊടുത്തെങ്കിലും അവൻ ആകെ പരവശനായിരുന്നു. പാറുവിനെ നേരിട്ട് കണ്ടാലേ അവന് സമാധാനം ആകുള്ളൂ എന്ന് അർജുൻ ഓർത്തു. നിമിഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഡോക്ടർ വിളിക്കുന്നുവെന്ന് മുന്നേ വന്നിട്ട് പോയ സിസ്റ്റർ വന്ന് അറിയിച്ചതും കാശി അവരുടെ ഒപ്പം അകത്തേക്ക് പോയി. കാശിനാഥൻ, പാർവതി ഓക്കെയാണ്, ആൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് അയാൾ സർജിക്കൽ ഐസിയിലായിരിക്കും. നാളെ രാവിലെ റൗണ്ട്സിന് ശേഷം നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഡോക്ടർ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇനിയുള്ള 3.5 മാസം പാറുവിനെ വളരെ ശ്രദ്ധിക്കണമെന്നും എഴുന്നേറ്റ് നടക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം. അത്യാവശ്യം ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രം ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. അങ്ങനെ നീണ്ടുപോകുന്നു അവളെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ്. എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി അവൻ കേട്ടു. അപ്പോഴൊക്കെ അവൻ്റെ മനസ്സിൽ പാറുവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നാണ്. ചില്ലുജാലകത്തിലൂടെ അവൻ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മിഴികൾ പൂട്ടിക്കിടക്കുന്ന തൻ്റെ പ്രാണനെ. അവൻ നോക്കുന്നത് കണ്ടപ്പോൾ പാറുവിൻ്റെ അടുത്ത് നിന്നിരുന്ന നേഴ്സ് അവളെ കൊട്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ട്. മുഖം തിരിച്ച് അവൾ അവനെ നോക്കി. എന്നിട്ട് മെല്ലെ പുഞ്ചിരി തൂക്കി. വലങ്കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ടവൾ. അത്ര നേരം പിടിച്ചു നിന്നെങ്കിലും കാശിയുടെ മിഴികൾ നിറഞ്ഞു തൂവി. ഈശ്വര, അവൾ എത്രമാത്രം വേദന സഹിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ആ പാവത്തെ സങ്കടപ്പെടുത്തുന്നത്? നിറഞ്ഞു തൂവിയ മിഴികൾ വലങ്കയ്യാൽ അമർത്തി തുടച്ചുകൊണ്ട് കാശി വെളിയിലേക്ക് ഇറങ്ങി. ഒരു കൂടപ്പിറപ്പിനെ പോലെ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അർജുൻ ഒപ്പം നിന്നു. അവൻ മനസ്സിലാക്കുകയായിരുന്നു അവരെയൊക്കെ. ഇടയ്ക്ക് ഒരു തവണ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ അച്ഛനാണ്. ആദ്യത്തെ 2-3 തവണ ബെല്ലടിച്ച് തീർന്ന ശേഷം അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താച്ചാ? മോനെ, അച്ഛനൂടെ ഹോസ്പിറ്റലിലെത്തി. നീ ഏത് ഫ്ലോറിലാണ്? 3rd ഫ്ലോർ, ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ മോനെ, ഞാൻ വന്നോളാം. അല്പം കഴിഞ്ഞതും അച്ഛനും അമ്മയും കൂടി നടന്നു വരുന്നത് കാശി കണ്ടു. എങ്ങനെയുണ്ടിപ്പോൾ? അമ്മയാണ്. ആ, കുഴപ്പമില്ല. സ്റ്റിച്ച് ഇട്ടോടാ? കഴിഞ്ഞോ അതോ? കഴിഞ്ഞമ്മേ. റൂമിലേക്കൊന്ന് മാറ്റുമോ മോനെ? ഇല്ലച്ചാ, ഇന്ന് ഒബ്സർവേഷനിലാണ്. നാളെ ഉച്ചയോടെ ഇറക്കും. അയ്യോ, നാളെ കാലത്ത് 8 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകണം. അപ്പോൾ ഇനി എന്തു ചെയ്യും? കുഴപ്പമില്ലമ്മേ, നിങ്ങൾ പൊയ്ക്കോളൂ. പിന്നെ പോകാതെ പറ്റില്ലല്ലോ, വേറൊരു നിവൃത്തിയില്ലാതായി പോയില്ലേ? ആ, സാരില്ല, ഇനി അമ്മയും കുഞ്ഞിനെ ഒരുമിച്ച് കാണാം, അല്ലേ കൃഷ്ണേട്ടാ? സുഗന്ധി പറഞ്ഞപ്പോൾ കൃഷ്ണൻ അതെല്ലാം മൂളിക്കൊണ്ട് ശരിവെച്ചു. കഷ്ടിച്ച് 15 മിനിറ്റ്. അതിനുശേഷം രണ്ടാളും കൂടെ അവിടെ നിന്ന് മടങ്ങി. ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞ് വിട്ടതായിരുന്നു അർജുനെയും കല്ലുവിനെയും. ആ സമയത്താണ് സുഗന്ധി എത്തിയത്. അതേതായാലും നന്നായെന്ന് കാശി ഓർത്തു. ഇല്ലെങ്കിൽ ഇനി കല്ലുവിനെ കണ്ട് എന്തെങ്കിലും കുത്തി നോവിച്ചേനെ അവർ. അന്ന് രാത്രിയിൽ ആദ്യമായി കാശി പാറുവിനെ പിരിഞ്ഞു കിടന്നത്. പണ്ടൊരിക്കൽ കല്ലുണ്ടായിരുന്ന സമയത്ത് താനും അർജുനും ഒരു റൂമിൽ കിടന്നെങ്കിലും അന്നൊക്കെ അത്രമാത്രം ടെൻഷനില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അവൾക്ക് വേദനയുണ്ടോ ആവോ? പാവം, ആ വലിയ വയറും വെച്ച് എങ്ങനെ കിടക്കുന്നു? ഓരോ ഓർമ്മകളിൽ അവന് നെഞ്ചു നീറി.
എങ്ങനെയെങ്കിലും നേരം വെളുക്കാനാണ് അവൻ പ്രാർത്ഥിച്ചത്. അടുത്ത ദിവസം കാലത്തെ അവളുടെ ഡ്രസ്സും പേസ്റ്റും ബ്രഷും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു സിസ്റ്റർ വന്ന് ഡോറിൽ തട്ടി. മായ ചേച്ചിയാണ് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തത്. എല്ലാമായിട്ട് കാശി ഐസിയുവിലേക്ക് പോയി. സിസ്റ്റർ, അവളെ എപ്പോഴേക്കും കൊണ്ടുവരും? ഡോക്ടർ വന്നാലേ അറിയൂ. 12 മണിക്ക് മുന്നേ കൊണ്ടുവരും. ഫുഡ് എന്തെങ്കിലും മേടിക്കണോ? ഇപ്പോൾ ഒന്നും വേണ്ട, ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ വന്ന ശേഷം പറയുവേ. ഓക്കെ. വീണ്ടും ഒരു കാത്തിരിപ്പായിരുന്നു അവൻ അവൾക്ക് വേണ്ടി. മോനെ, നേരെ ഇത്രയായില്ലേ? ഇന്നലെ ഒന്നും കഴിക്കാതിരിക്കുമല്ലേ? എന്തെങ്കിലും കഴിക്ക്, ഇല്ലെങ്കിൽ തളർന്നു പോകും കേട്ടോ. കുഴപ്പമില്ല മായേച്ചി, ഞാൻ ഓക്കെയാണ്. അവളും കൂടി വരട്ടെ, എന്നിട്ട് കഴിക്കാം. അവൻ പുഞ്ചിരിച്ചു. പാർവതി ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ്. ഇത്രമാത്രം കരുതലും സ്നേഹവും അവൾക്ക് നൽകാൻ ഈ ഭർത്താവുള്ളപ്പോൾ പിന്നെ എന്തിനാണ് കുടുംബം? മായ ഓർത്തു. ഏകദേശം 11 മണിയോട് കൂടി പാർവതിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാശിയെ കണ്ടതും അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. പാറു, വേദനയുണ്ടോ? അവൾ കരയുന്നത് കണ്ടതും കാശി പെട്ടെന്ന് ചോദിച്ചു. ഇല്ല. എന്തിനാടാ നീ കരയുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല കാശിയേട്ടാ. സാരില്ലടാ, കരയൊന്നും വേണ്ട. എല്ലാം കഴിഞ്ഞു വന്നല്ലോ നീ. പാറു കിടക്കുന്ന ബെഡിൻ്റെ അരികിലായി ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് അതിലിരിക്കുകയാണ് കാശി. മെല്ലെ അവളുടെ വീർത്ത വയറിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട്. അമ്മയെ വിഷമിപ്പിക്കുവാണോ പൊന്നെ? പാവമല്ലേ നമ്മുടെ പാറുമ്മ. അവളുടെ വയറിൻ്റെ അടുത്തേക്ക് മുഖം ചേർത്തിരിക്കുകയാണ് അവൻ. പെട്ടെന്ന് അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞെന്നതുപോലെ വാവ അനങ്ങി. ദേ നോക്കിയ പാറൂട്ടാ, പാവം നമ്മുടെ കുഞ്ഞാവ മൂവ് ചെയ്യുന്നു. അച്ഛയെ മിസ് ചെയ്തോടാ പൊന്നെ. ഇന്നലെ രാത്രിയിലൊക്കെ ആൾ അനങ്ങാതെ കിടക്കുമായിരുന്നു. അല്ലെങ്കിൽ എന്നും ഏട്ടൻ്റെ പാട്ടും മേളമൊക്കെ കേട്ട് എന്തൊരു ബഹളമായിരുന്നു. ഇന്നലാണെങ്കിൽ ഒന്നുമില്ല. ഞാൻ ഓർത്തു അച്ഛൻ്റെ സൗണ്ട് കേൾക്കാഞ്ഞിട്ടാവൂന്ന്. പാറു പറയുന്ന കേട്ടുകൊണ്ട് കാശി പിന്നെയും അവളുടെ വയറിൽ തലോടി. എൻ്റെ പൊന്നിനോട് സംസാരിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അച്ഛയ്ക്കും സങ്കടമായിരുന്നു. ഉറങ്ങിയതേ ഇല്ലട കണ്ണ. എനിക്ക് എന്തൊക്കെയോ സങ്കടമാണ് കാശിയേട്ടാ. മനസ്സാകെ കൈവിട്ടു പോകും പോലെ. എന്താ പാറൂട്ടാ? അറിയില്ല. എനിക്കെൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ. എന്തിനാണോ ഈശ്വര ഇങ്ങനൊരുക്കെ വിധി എനിക്ക് തന്നത്? അതും പറഞ്ഞ് അവൾ കരഞ്ഞു. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ, കുഞ്ഞാവയ്ക്ക് സങ്കടാവും. ഒരമ്മയ്ക്ക് മാത്രം ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതും സ്വന്തം പെൺമക്കൾ ഇങ്ങനൊരു സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോവുക. നിനക്ക് എന്ത് വേണേലും ചെയ്തു തരാൻ ഞാനില്ലേ പെണ്ണെ? എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ? അതൊന്നും അല്ല ഏട്ടാ. എനിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് ബ്ലഡ് ഡിസ്ചാർജ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞത് ഇനിയുള്ള മാസങ്ങൾ തനിയെ എഴുന്നേൽക്കരുത്, അമ്മയെക്കൊണ്ട് വേണം അതൊക്കെ ചേഞ്ച് ചെയ്യിക്കാനെന്ന്. ഇനിയിപ്പോൾ ആ പാവം മായച്ചേച്ചിയെ ബുദ്ധിമുട്ടിക്കണം. കഷ്ടമല്ലേ ഏട്ടാ, ഓർക്കുമ്പോൾ സങ്കടം വരുവാ. മായച്ചേച്ചിയെ ബുദ്ധിമുട്ടിക്കണ്ട, നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഈ ഞാനുണ്ട് പാറു. ഇതൊക്കെ ഓർത്ത് നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കരുത്. കാശേട്ടൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ഏട്ടനാണോ ഇതൊക്കെ ചെയ്തു തരുന്നത്? ഇതിപ്പോൾ പറഞ്ഞത് അബദ്ധമായല്ലോ. അപ്പോഴേക്കും മെഡിസിൻ വാങ്ങാൻ പോയ മായച്ചേച്ചി വന്നു. മോളെ, പൊടിയരിക്കഞ്ഞ് കുടിക്കാൻ ഇന്നൂടെ, നാളെ മുതൽക്ക് ആഹാരമൊക്കെ കഴിക്കാൻ കേട്ടോ. അങ്ങനെയാണ് സിസ്റ്റർ പറഞ്ഞത്. അവർ പറഞ്ഞതും പാറു തലകുലുക്കി. അവളെ റൂമിലേക്ക് മാറ്റിയെന്നറിഞ്ഞതും അർജുനും കല്ലുവുമൊക്കെ എത്തി. പിന്നെ ഫ്ലാറ്റിൽ നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സും. കല്ലുവിനെ കണ്ടപ്പോൾ അവളോട് കുറച്ച് സമയം സംസാരിച്ചിരുന്നപ്പോൾ പാറുവിന് ആശ്വാസമായി. അരമണിക്കൂർ ഇരുന്ന ശേഷമാണ് എല്ലാവരും മടങ്ങിപ്പോയത്. എന്നാൽ സുഗന്ധിയും കൃഷ്ണമൂർത്തിയും എത്തിയില്ല. അവർക്ക് ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. മകൻ്റെയും മരുമകളുടെ അടുത്തേക്ക് പറക്കാൻ അവർ കാലത്തെ തന്നെ എയർപോർട്ടിലേക്ക് പോയിരുന്നു. ഇടയ്ക്കൊരു തവണ അച്ഛൻ കാശിയെ വിളിച്ച് വിവരം തിരക്കി, അത്രമാത്രം. അവനും അവരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കാശിക്ക് മനസ്സിലാവുകയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ തനി സ്വഭാവം. 4-5 ദിവസത്തെ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് കാശിയും പാറുവും ഇന്നാണ് ഫ്ലാറ്റിലേക്ക് മടങ്ങുന്നത്. പാറുവിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർ പറഞ്ഞയച്ചത്. ബ്രൗൺ ഡിസ്ചാർജ് കോമൺ ആണെന്നും അതൊന്നും പേടിക്കേണ്ടെന്നും പിന്നെ ഓടി ഓടി ഹോസ്പിറ്റലിലേക്ക് വരണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടായെങ്കിൽ ഒന്ന് ഡോക്ടറെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ കാശി വന്നാൽ മതിയെന്നൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. റൂമെല്ലാം ക്ലീനാക്കി ഇടുവാൻ വേണ്ടി മായച്ചേച്ചി നേരത്തെ തന്നെ എത്തിയിരുന്നു. അതൊക്കെ കൊണ്ട് കാശിയും പാറുവും കൂടിയാണ് യാത്ര തിരിച്ചത്. അവൾക്ക് ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഇടയ്ക്കൊരു ദിവസം കാശിയോട് പറഞ്ഞു. അതുകൊണ്ടൊരു പാർലറിൽ കയറി പാറുവിന് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ വാങ്ങിക്കൊടുത്ത് അവൻ കൊണ്ടുവന്നത്. അവളുടെ ഉള്ളിൽ എന്തൊക്കെ
ആഗ്രഹമുണ്ടോ അതെല്ലാം സാധിപ്പിച്ചു കൊടുക്കാൻ അവൻ റെഡിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ പാറുവും കാശിയും ചേർന്ന് അവരുടെ വീട്ടിലെത്തി. ഉള്ളിത്തീയലും വൻപയർ ഉലർത്തിയതും മാമ്പഴ പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് അവരെ കാത്തിരിക്കുകയാണ് മായ ചേച്ചി. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാൻ ചേച്ചി, നല്ല വിശപ്പുണ്ട്. പാറുവാണെങ്കിൽ കയറി വന്നതേ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ബാഗൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് കാശി അവളെയും കൂട്ടി പതിയെ ബെഡ്റൂമിലേക്ക് പോയി. നന്നായി ഇറക്കമുള്ള ലൂസായിട്ടുള്ളൊരു ടോപ്പായിരുന്നു അവൾ ധരിച്ചത്. ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അത് അഴിച്ചു മാറ്റിയപ്പോൾ കാശി അവൾക്കായുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു. ചക്കരവാവേ, അവൻ്റെ ശബ്ദം കേട്ടതും കുഞ്ഞൊന്ന് പിടച്ചു. ശോ, ഈ കാശിയേട്ടൻ മര്യാദയ്ക്ക് അടങ്ങിയിരുന്ന വാവയാ, ഇനി ബഹളം കാട്ടും. അവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പാറു പറഞ്ഞു. ബഹളം വെക്കല്ലേ കണ്ണാ, അച്ഛൻ്റെ അടുത്ത് വന്ന ശേഷം നമുക്ക് അടിച്ചു പൊളിക്കാം. ഓ, പറഞ്ഞാൽ മതി, അച്ഛൻ പറയുന്നതെല്ലാം കേട്ടോളും, അതുപോലെ തന്നെ. എൻ്റെ വാവ പാവമാടി പെണ്ണേ, നീ ഇങ്ങനെ കിടന്ന് വഴക്ക് പറഞ്ഞ് വാവയെ വിഷമിപ്പിക്കാതിരുന്നാൽ മതി. പാറുവിന് ടോപ്പിടാൻ സഹായിച്ചുകൊണ്ട് കാശി പറഞ്ഞു. ഇതൊക്കെ ഞാൻ തനിയെ ചെയ്തോളാം ഏട്ടാ, അതിനൊന്നും കുഴപ്പമില്ലെന്നേ. നീ അവിടെ പോയി ഇരിക്കുക, ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരാം. ഏട്ടൻ പോയി ഒന്ന് ഫ്രഷായി വന്നേ, എന്നിട്ട് മതി. അത് ശരിയാ, ഹോസ്പിറ്റലിലൊക്കെ നടന്നതല്ലേ. ഒരു 5 മിനിറ്റ് പാറൂട്ടാ, ഞാൻ ഇപ്പോൾ വരാം. പറഞ്ഞുകൊണ്ട് അവൻ വേഗം വാഷ്റൂമിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി വരികയും ചെയ്തു. എന്നിട്ട് പാറുവിനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് വാരിക്കൊടുത്തു. തനിച്ച് കഴിച്ചോളാമെന്ന് അവൾ കുറേ പറഞ്ഞു, പക്ഷേ അവൻ സമ്മതിച്ചില്ല. ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ അവൾ നല്ല രീതിയിൽ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. കാശി പകലെല്ലാം ഓഫീസിലേക്ക് പോവുകയും ചെയ്യും. മായച്ചേച്ചിയായിരുന്നു അവൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. കാശി എത്തുമ്പോൾ 8 മണിയാകും. അവിടെ അത്യാവശ്യം തിരക്കുകളായിരുന്നു. അച്ഛനും കൂടി പോയ സ്ഥിതിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ അവനും ഇത്തിരി കഷ്ടപ്പെട്ടു. വീട്ടിൽ ചെന്ന ശേഷം അവളെ നന്നായി ശ്രദ്ധിക്കാമെന്ന് അവനും കരുതി. കാശിയുടെ സ്നേഹവും പരിലാളനകളുമൊക്കെ ആവോളം ലഭിക്കുന്നുണ്ടായിരുന്നു പാർവതിക്ക്. അവൻ ഓഫീസിലേക്കൊക്കെ വല്ലപ്പോഴുമൊക്കെ മാത്രമേ പോകാറുള്ളൂ. സദാ നേരവും പാർവതിയുടെ കൂടെ തന്നെയാണ്. ഓഫീസിലെ ജോലികളെല്ലാം തന്നെ അവൻ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഓഫീസിൽ പോയി ഒന്ന് മുഖം കാണിച്ചിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോരും. കാരണം പാറു കഴിഞ്ഞു മതി ബാക്കിയെല്ലാമെന്ന് അവൻ തീരുമാനിച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും അവൻ അർജുനെ ഏൽപ്പിച്ചു. ആരോരുമില്ല എന്ന് തോന്നൽ ഇടയ്ക്കൊക്കെ പാർവതിയെ കീഴ്പ്പെടുത്താറുണ്ടായിരുന്നു. കാരണം അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അഭാവം അതവളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ഒപ്പം തന്നെ കാശിയുടെ അച്ഛനും അമ്മയുമൊക്കെ വിദേശത്തേക്ക് പോയതും തനിച്ചിരിക്കുമ്പോഴൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകൾ അവളെ കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു തവണ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടറാണ് കാശിയുടെ ഈ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തത്. ഈ ടൈമിൽ ചില പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്നും വളരെയധികം ശ്രദ്ധ കൊടുക്കാൻ നോക്കണമെന്നും ഒരുപാട് ചിന്തിച്ചിരിക്കുവാനുള്ള അവസരം ഒഴിവാക്കണമെന്നുമൊക്കെ. അതിൻ പ്രകാരമാണ് കാശി തൻ്റെ ജോലിക്ക് പോക്ക് പോലും നിർത്തിയത്. പാർവതിക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നത് അവൻ തന്നെയാണ്. മായച്ചേച്ചിയെ പോലും അവനതിൽ ഉൾപ്പെടുത്തില്ല. ആഴ്ചയിൽ 2 ദിവസം വെച്ച് അവൻ അവളുടെ മുടിയിൽ ലൈറ്റായിട്ട് ഓയിൽ മസാജ് ചെയ്തു കൊടുക്കും. ശേഷം ഷാംപൂ വാഷ് ചെയ്യും. അവളെ വാഷ്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കുന്നതും അവൻ ഒറ്റയ്ക്കാണ്. മായച്ചേച്ചിയായിരുന്നു ആദ്യമൊക്കെ അവളെ കുളിപ്പിച്ചത്. ഒരു ദിവസം ചേച്ചി പെട്ടെന്ന് വെള്ളമെടുത്ത് ഒഴിക്കാൻ കുനിഞ്ഞപ്പോൾ അവരുടെ നടുവിന് എന്തോ കോച്ചിപ്പിടുത്തം പോലെ വന്നു. 2-3 ദിവസം വയ്യാതായി. അപ്പോഴാണ് കാശി സ്വയം അവളെ കുളിപ്പിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഒറ്റയ്ക്ക് കുളിച്ചോളാമെന്ന് പാറു പറഞ്ഞെങ്കിലും കാശി സമ്മതിച്ചില്ല. പാറുട്ടാ, നിന്നോട് ശരിക്കും റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്? അതുകൊണ്ട് നീ ആ ഒരൊറ്റ കാര്യം മാത്രം അനുസരിച്ചാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് പിന്നെ ഏട്ടാ, ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഏട്ടന് ബുദ്ധിമുട്ടാകും. ഒന്നാമത് ഓഫീസിലെ വർക്ക്സ് ഏട്ടന് പെൻഡിങ് ആണ്. എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യം കഴിഞ്ഞു മതി, എനിക്ക് ബാക്കിയെല്ലാം. ഓഫീസും ജോലിയുമൊക്കെ എൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. നല്ല കുട്ടിയായിട്ടിരുന്നാൽ മതി. സമയാസമയങ്ങളിൽ ഫുഡ് കൊടുക്കുന്നതും കാശിയാണ്. മായച്ചേച്ചി വേണ്ടതെല്ലാം പാറുവിനോട് ചോദിച്ച് അവയൊക്കെ റെഡിയാക്കി വെക്കും. അങ്ങനെ പാറുവിൻ്റെ ശേഷിച്ച ഗർഭകാലഘട്ടവും അങ്ങനെ കഴിഞ്ഞു. കുഞ്ഞുവാവ അവൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തി. ലാസ്റ്റ് ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ അവളെ പരിശോധന നടത്തി. അതിനുശേഷം ഇനി വീട്ടിലേക്ക് പോകണ്ടെന്നും അഡ്മിറ്റ് ആയിക്കോളൂന്നും പറഞ്ഞു. ആദ്യം അവളുടെ സ്റ്റിച്ച് റിമൂവ് ചെയ്യണം. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞുവാവ ഉണ്ടാകാനുള്ള മരുന്ന് വയ്ക്കാമെന്ന് പറഞ്ഞു. ഇത്ര നാളും എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ മതിയെന്നായിരുന്നു പാറു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്ന കാര്യം കേട്ടതും പാർവതിക്ക് ചങ്കടിക്കാൻ തുടങ്ങി.
അവളുടെ മുഖഭാവം മാറിയതേ കാശിക്കും കാര്യം പിടികിട്ടി. പാറു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ. 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ കുഞ്ഞാവിങ്ങി എത്തൂലോ. വാവയെ കണ്ടു കഴിയുമ്പോൾ നിൻ്റെ ഈ സങ്കടങ്ങളൊക്കെ മാറൂടാ. അതല്ല കാശിയേട്ടാ, ഇനി അനസ്തേഷ്യ തന്നിട്ടെങ്ങാനുമാണോ റിമൂവ് ചെയ്യുന്നത്? എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ബാക്ക് പെയിനും ഉണ്ട്. അനസ്തേഷ്യ ഒന്നും തരില്ല. അങ്ങനെ യാതൊരുവിധ പ്രൊസീജിയേഴ്സും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേദന എടുക്കുമോ കാശിയേട്ടാ? എനിക്കാകെ ഒരു ടെൻഷൻ. ഇതിട്ട സമയത്തെ വേദനയുടെ അത്രയും എടുക്കില്ലല്ലോ. നീ വാ, കുറച്ച് ടെസ്റ്റുകളൊക്കെ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പോകാം. ബ്ലഡ് ടെസ്റ്റ് കളക്ട് ചെയ്യാനായി ലാബിൽ നിന്ന് സിസ്റ്റേഴ്സ് നേരെ നമ്മുടെ റൂമിലേക്ക് എത്തിക്കോളും. ഒന്ന് മൂളിയ ശേഷം പാറു അവനെ ദയനീയമായൊന്ന് നോക്കി. എന്നാൽ കാശിനാഥൻ വളരെ കൂളായിരുന്നു. അതിനുള്ള പ്രധാന കാരണം 2-3 ദിവസത്തിനുള്ളിൽ കുഞ്ഞുവാവയെ കാണാമെന്നായിരുന്നു. അപ്പോഴേക്കും അർജുനും എത്തി. മായച്ചേച്ചിയും കൂട്ടി ഫ്ലാറ്റിലേക്ക് പോയ ശേഷം ഹോസ്പിറ്റൽ ബാഗ്സ് എടുത്തുകൊണ്ട് വരാൻ കാശി പറഞ്ഞിട്ട് വന്നതാണ് അവൻ. കല്ലുവിനും ഇനി 2 ആഴ്ച കൂടി സമയമുണ്ട്. എന്നാലും അത്രത്തോളം ഒന്നും പോകില്ലെന്നും പാറുവിൻ്റെ ഒപ്പം അവളും ഡെലിവറി ആകുമെന്നുമൊക്കെയാണ് അർജുൻ്റെ നിഗമനം. നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാ? ആ കല്ലുവട മര്യാദയ്ക്കിരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. 2 ആഴ്ചയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ദിവസം തന്നെ എടുക്കും. അതിന് അർജുൻ ഇങ്ങനെ ധൃതി കാട്ടിയിട്ട് കാര്യമില്ല. കാശിയേട്ടനും കണക്കാം. ഇന്നലെ വരെ എന്തൊരു കെയറിങ് ആയിരുന്നു. ഇന്നിപ്പോൾ ഏട്ടനും തിരിഞ്ഞു. എനിക്ക് വേദനയൊന്നും എടുക്കില്ലെന്നാണ് ഏട്ടൻ്റെ കണ്ടെത്തൽ. കാശിയുടെ അർജുൻ്റെ സംസാരം കേട്ടപ്പോൾ പാറു ഇരുവരോടും ദേഷ്യപ്പെട്ടു. മൈൻഡ് ചെയ്യണ്ട, അവൾക്കേ സ്റ്റിച്ച് റിമൂവ് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തുടങ്ങിയ ടെൻഷനാണ്. കാശി പിറുപിറുത്തു. അടുത്ത ദിവസം കാലത്തെ തന്നെ പാറുവിനെ നോക്കുന്ന ഗൈനക്കോളജിസ്റ്റ് എത്തി. ലാബ് റിപ്പോർട്ടൊക്കെ ഓക്കെയാണ്. ECGയിലും പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഏകദേശം 9:30 മണിയോടുകൂടി പാർവതിയെ ലേബർ റൂമിലേക്ക് മാറ്റാം. റൗണ്ട്സിന് വന്നപ്പോൾ ഡോക്ടർ കാര്യങ്ങൾ കാശിനാഥനോട് പറഞ്ഞു. എന്നിട്ട് വാർഡിൻ്റെ ഇൻചാർജായിട്ടുള്ള സിസ്റ്റർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അതിനുശേഷമാണ് ഡോക്ടർ പോയത്. വൈകാതെ തന്നെ പാറുവിനെ ലേബർ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി അവിടെ ഏതെങ്കിലും പേഷ്യൻ്റ് കിടന്ന് കരയുന്നത് കണ്ടാൽ എനിക്ക് തല കറങ്ങും. പേടിക്കണ്ട ചേച്ചി, അവിടെ ആരുമില്ല. ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ പോരെ. അകത്തേക്ക് കയറിയതും പാറു അവളുടെ ഒപ്പം വന്ന സിസ്റ്ററോട് പറഞ്ഞപ്പോൾ ആ കുട്ടി മറുപടി നൽകി. അപ്പോഴാണ് പാറുവിന് ആശ്വാസമായത്. പറഞ്ഞ സമയത്ത് തന്നെ ഡോക്ടർ എത്തി. വേദന അറിയാതിരിക്കാൻ ഇഞ്ചക്ഷൻ വല്ലതും ഉണ്ടോ ഡോക്ടർ? ഇഞ്ചക്ഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പാർവതി വളരെ റിലാക്സ് ആയിട്ട് കിടന്നാൽ മതി. ഇനി എന്തെങ്കിലും മെഡിസിനൊക്കെ എടുത്ത ശേഷമാണ് സ്റ്റിച്ച് മാറ്റേണ്ടി വരുന്നതെങ്കിൽ തനിക്ക് നോർമൽ ഡെലിവറിയൊക്കെ ബുദ്ധിമുട്ടാകും. അയ്യോ ഡോക്ടർ, നോർമൽ ഡെലിവറി അല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാമോ? ശരി, അങ്ങനെയെങ്കിൽ പാർവതിയുടെ ഇഷ്ടം പോലെ. താൻ ടെൻഷൻ അടിക്കാതെ കൂളാവ്, അവർ പറഞ്ഞു. കത്രികയും സൂചിയും ഒക്കെ കണ്ടപ്പോൾ പെണ്ണിൻ്റെ കിളി പോയി കിടക്കുകയാണ്. അവൾ ശ്വാസം എടുത്തു വലിച്ചു. അത് കണ്ടതും ഒരു സിസ്റ്റർ വന്ന് അവളുടെ നെഞ്ചിൻ്റെ ഒപ്പം ഒരു കർട്ടൻ കൊണ്ട് മൂടി. അപ്പോൾ പിന്നെ പാറുവിന് ഒന്നും കാണത്തില്ലായിരുന്നു. ഡോക്ടർ അവളുടെ കാലുകൾ ഇരുവശത്തേക്കുമായി സെറ്റ് ചെയ്തു വെച്ചു. ബലം പിടിക്കാതെ കിടക്കണം കേട്ടോ, എങ്കിലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ. ശരി ഡോക്ടർ. അവൾ വീണ്ടും ശ്വാസം ആഞ്ഞു വലിച്ചു. അവിടെ നിന്നിരുന്ന ഒരു സിസ്റ്റർ വന്ന് പാറുവിൻ്റെ നെറുകയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. പാറു അപ്പോഴേക്കും ആ സിസ്റ്ററുടെ വലങ്കയിൽ പിടുത്തമിട്ടു. പേടിക്കണ്ട ചേച്ചി, 2 മിനിറ്റ് കൊണ്ട് കഴിയും. ആ കുട്ടി പറഞ്ഞതും പാറു ഒന്ന് തലയനക്കി. അതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. കൃത്യം 5 മിനിറ്റ്, അതിൽ താഴെ നേരം കൊണ്ട് ഡോക്ടർ ചോദിക്കുന്നവൾ കേട്ടു. പാർവതി, വേദന വല്ലതും എടുത്തോ? ഇല്ല ഡോക്ടർ. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിലും ഈ സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ചിരിയോടുകൂടി ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ലേ? അവൾക്ക് ആശ്ചര്യമായി. ഇല്ലെന്നേ, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായില്ല. ഇനി തനിയെ പ്രസവവേദനയൊക്കെ വരുമോ നോക്കാം. എന്നിട്ടായില്ലെങ്കിൽ മരുന്ന് വയ്ക്കാം. പിന്നെ ഇയാടെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. ഇനി പതിയെ ഇതിലൂടെയൊക്കെ ഒന്ന് നടക്ക്. അപ്പോൾ നോർമലായിട്ട് പെയിൻ വന്ന് തുടങ്ങും. ഓക്കെ? ഡോക്ടർ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. തുടരും. എൻ്റെ സ്വന്തം അനുഭവമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് പറയുന്നത്.